നമസ്കാരം. എറണാകുളത്ത് നടന്ന മനോരമയുടെ ഹോർത്തോസിൽ ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെട്ട ഒരു ചർച്ച അന്ന് മുതൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആ ചർച്ചയും അതിനെ തുടർന്നുണ്ടായ വിവാദവുമൊക്കെ മറുനാടൻ ഒരു വീഡിയോയിലൂടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം ആഴ്ച ഒന്നാവാറായിട്ടും ഈ വിവാദം തുടരുകയാണ്. അംബേദ്കറെക്കുറിച്ച് കേരളം വേണ്ടതുപോലെ ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ അംബേദ്കറെക്കുറിച്ചുള്ള ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇത് വേദി ഒരുക്കിയിരിക്കുന്നു. മഹാനായ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്ന നിലയിൽ മാത്രം ഒതുക്കപ്പെടുകയാണ്. അതിനപ്പുറത്തേക്ക് ഭാരതശില്പി എന്ന നിലയിൽ സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പം ഒരുപക്ഷെ അതിന് മുകളിൽ ആദരിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ട വ്യക്തിയാണ് അംബേദ്കർ എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. ഭരണഘടനാ ശില്പി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ ഹിന്ദു സ്ത്രീകളുടെ സ്വത്തവകാശത്തിന് വേണ്ടി ഹിന്ദു കോഡ് ഉണ്ടാക്കിയതും രാജ്യമെമ്പാടും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ ഉണ്ടാക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തതും RBIയുടെ പ്രസക്തിക്ക് സാഹചര്യം ഒരുക്കി കൊടുത്തതുമൊക്കെ അംബേദ്കർ ആയിരുന്നു എന്ന് പലർക്കും അറിയില്ല. അംബേദ്കറുടെ ചിന്താ പദ്ധതി പോലും വേണ്ടതുപോലെ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കേരളത്തിൽ അംബേദ്കർ ദളിത് ചിന്തകർക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ബുദ്ധിജീവി സബ്ജക്റ്റായി മാറുന്നു. അംബേദ്കറൈറ്റ്സ് എന്ന പേരിൽ അവർ ചർച്ച ചെയ്യുന്നത് മുഴുവൻ അംബേദ്കർ ദളിത് സമൂഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി ഹിന്ദു സമുദായത്തിലെ ജാതിക്ക് നേരെ പടവാളോങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന നിലയിലൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് നിർഭാഗ്യവശാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ അംബേദ്കർ വേണ്ടതുപോലെ ചർച്ചയാവുന്നില്ല. എന്നാൽ മഹാരാഷ്ട്രയിലൊക്കെ സ്ഥിതി വ്യത്യസ്തമാണ്. അംബേദ്കറുടെ പേരിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും അവിടെ സജീവമാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ദളിത് ബുദ്ധിജീവികൾക്കിടയിൽ മാത്രം അംബേദ്കറെക്കുറിച്ചുള്ള ചർച്ചകൾ ഒതുങ്ങി നിൽക്കുന്നു. അതിന് ആദ്യമായി ഒരു മാറ്റമുണ്ടായത് മനോരമ ഹോർത്തൂസിലാണ്. അതും ഇതുവരെ ദളിത് ചിന്തകർ അവരുടെ കൃത്യമായ അജണ്ടയ്ക്കുള്ളിൽ തളച്ചിട്ടിരുന്ന അംബേദ്കറെ അതിനു പുറത്തേക്ക് ചാടിച്ച് ശ്രീജിത്ത് പണിക്കർ അത് വലിയ ചർച്ചയാക്കി. അംബേദ്കറൈറ്റുകൾ പലപ്പോഴും ഹിന്ദുത്വത്തിനെതിരെയുള്ള അംബേദ്കറുടെ പോരാട്ടം മാത്രമാണ് ഇതിനു മുമ്പ് ചർച്ചയാക്കിയിട്ടുള്ളത്. ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾക്കെതിരെ ജാതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അംബേദ്കർ എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഹിന്ദു പുരാണങ്ങളും വേദങ്ങളുമൊക്കെ അംബേദ്കർ പൊളിച്ചടുക്കി ഹിന്ദു മതത്തിലെ ജാതി മേധാവിത്വത്തിനെതിരെ ശബ്ദമുയർത്തി. ആ ഒരു ശബ്ദം മാത്രമാണ് വാസ്തവത്തിൽ ഇതുവരെ ദളിത് ബുദ്ധിജീവികൾ ചർച്ച ചെയ്തത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി സംഘപരിവാർ ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ട് ആ സംഘപരിവാറിനെതിരെ ഹിന്ദുത്വത്തിനെതിരെയുള്ള ഒരു പടവാളായി അംബേദ്കർ ഉപയോഗിക്കപ്പെടുകയാണ്. അത്തരമൊരു കൃത്യമായ അജണ്ടയോടുകൂടിയാണ് മനോരമ ഹോർത്തൂസിൽ അംബേദ്കർ വായിക്കപ്പെടുമ്പോൾ എന്ന ചർച്ച സംഘടിപ്പിച്ചതും. ചർച്ചകൾ സംഘടിപ്പിക്കപ്പെടേണ്ടത് ബാലൻസിംഗിലായിരിക്കണം. ഒരു വിഷയത്തിൽ രണ്ടു ഭാഗവും പറയാനുള്ള 2 പേരുണ്ടാവുക, അല്ലെങ്കിൽ 4 പേരുണ്ടാവുക, നിഷ്പക്ഷതയുള്ള ഒരു മോഡറേറ്റർ ഉണ്ടാവുക. എന്നാൽ മനോരമ ബോധപൂർവം ആ നിലപാട് തിരുത്തി പരമ്പരാഗത അംബേദ്കറൈറ്റ്സുകൾക്ക് മുൻതൂക്കം കിട്ടുന്ന തരത്തിൽ 2 പേർ ദളിത് ബുദ്ധിജീവി അംബേദ്കർ രീതിയുടെ വക്താക്കളും ഒരേ ഒരാൾ, അതായത് ശ്രീജിത്ത് പണിക്കർ മാത്രം എതിർഭാഗം പറയുന്നവരുമാക്കി. മാത്രമല്ല മോഡറേറ്റർ നിഷ്പക്ഷയുള്ള ആളായിരുന്നില്ല, പൂർണ്ണമായും അംബേദ്കറൈറ്റ്സ് ആണ്, ദളിത് ആക്ടിവിസ്റ്റ് ആണ്. ഡോക്ടർ മായാപ്പ് എന്ന ദളിത് ആക്ടിവിസ്റ്റ് ആയിരുന്നു മോഡറേറ്റർ. അവർ ഇതിനിടയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു താൻ ദളിത് ആക്ടിവിസ്റ്റ് ആണ്, തൻ്റെ നിലപാട് ദളിത് ആക്ടിവിസ്റ്റുകളുടെ അതേ നിലപാടാണെന്ന്. പാനലിലെ 3 പേരിൽ 2 പേർ ഡോക്ടർ TS ശ്യാംകുമാറും സണ്ണി കബീക്കാടുമായിരുന്നു. 2 പേരും അറിയപ്പെടുന്ന ദളിത് സാഹിത്യ ബുദ്ധിജീവികളാണ്. ഈ 3 പേർ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്തുണ്ടായിരുന്നത് ശ്രീജിത്ത് പണിക്കർ മാത്രമായിരുന്നു. ഈ ചർച്ചയുടെ ഘടന തന്നെ ശ്രീജിത്ത് പണിക്കരെ ഒറ്റപ്പെടുത്തി അപമാനിച്ച് അംബേദ്കറൈറ്റ്സ് ആശയങ്ങൾ വിജയിച്ചു എന്ന് പ്രഖ്യാപിക്കാനായിരുന്നു. പാനലിലെ ഈ അസമത്വം മാത്രമല്ല, സമയത്തിലും അസമത്വമുണ്ടായി. 45 മിനിറ്റ് ആയിരുന്നു ഈ പാനൽ ചർച്ചയ്ക്ക് അനുവദിച്ചിരുന്നത്. 3 പേർക്കും 10 മിനിറ്റ് വീതം 2 തവണയായി കൊടുക്കും. അതായത് 6 മിനിറ്റും 4 മിനിറ്റും, പിന്നെ 15 മിനിറ്റ് ചോദ്യോത്തരങ്ങൾക്ക് എന്നായിരുന്നു ഘടന. ദളിത് ചിന്തകരായ സണ്ണിയും ശ്യാംകുമാറും ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി ശ്രീജിത്ത് പണിക്കർ കൊടുത്താൽ അത് പണിയാകുമെന്ന് തിരിച്ചറിയാവുന്നതുകൊണ്ട് ആദ്യം അവസരം കൊടുത്തത് ശ്രീജിത്ത് പണിക്കർക്കാണ്. ശ്രീജിത്ത് പണിക്കർ തൻ്റെ സമയത്തേക്കാൾ 1-2 മിനിറ്റ് കൂടുതൽ ഉപയോഗിച്ച് അത് അവസാനിപ്പിച്ചു. തൊട്ടു പിന്നാലെ ശ്യാംകുമാറിനും സണ്ണിക്കും അവസരം കൊടുത്തു. ശ്യാംകുമാർ അനുവദിച്ചതിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം സമയമെടുത്തു. അങ്ങനെ ഒടുവിൽ 6 മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്രീജിത്ത് പണിക്കരുടെ അടുത്തേക്ക് ചർച്ച തിരിച്ചെത്തുന്നു. ശ്രീജിത്ത് പണിക്കർ ഏതാണ്ട് 3 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ സമയം തീർന്നു എന്ന് മനോരമ അറിയിക്കുന്നു. എന്നാൽ തനിക്ക് പറയാനുള്ളത് പറയണം എന്ന് ശ്രീജിത്ത് പണിക്കർ നിലപാടെടുക്കുന്നു. അതിനുവേണ്ടി ശ്രീജിത്ത് പണിക്കർ ഉപയോഗിച്ച ഒരു പ്രയോഗം അത് വിവാദമാകുന്നു. സമയമാണ് ചോദിച്ചത്, സംവരണമല്ല എന്നാണ് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത്. ഇത് സംവരണ വിരുദ്ധമായ നിലപാടായി വലിയ തോതിൽ ചർച്ചയാവുകയും ചിലർ കൂവുകയും ചെയ്യുന്നു. മനോരമ ഇടപെടുന്നു. ശ്രീജിത്ത് പണിക്കർക്ക് മുമ്പോട്ട് പോകാൻ
അവസരം കൊടുക്കുന്നില്ല. എന്നാൽ ഞാൻ തിരുവനന്തപുരത്ത് വണ്ടി ഓടിച്ചു വന്നത് പറയാനാണ്, പറഞ്ഞിട്ടേ പോവൂ എന്ന് ശ്രീജിത്ത് പണിക്കർ വാശി പിടിക്കുകയും പറയാനുള്ളത് പറയുകയും ചെയ്യുന്നു. അങ്ങനെ ബോധപൂർവം ഈ ചർച്ച ദളിത് ബുദ്ധിജീവികൾ പറഞ്ഞവസാനിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നീങ്ങാതിരിക്കാനുള്ള നീക്കം അട്ടിമറിക്കപ്പെടുന്നു. വിപ്ലവകരമായ പല ചോദ്യങ്ങളും ശ്രീജിത്ത് പണിക്കർ ചോദിക്കുന്നു. അതിനു മുമ്പിൽ ഉത്തരം പറയാനാവാതെ ദളിത് ചിന്തകർ വെള്ളം കുടിക്കുന്നു. പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ പ്രേക്ഷകരായ ദളിത് സമൂഹത്തിൽപ്പെട്ടവർ പോലും ശ്രീജിത്ത് പണിക്കർക്ക് പിന്തുണ കൊടുക്കുകയും ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു. അതിനുശേഷവും ഈ വിവാദം സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ്. ശ്രീജിത്ത് പണിക്കർ ഉയർത്തിവിട്ട ഭൂതം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ അംബേദ്കറെ കുറിച്ച് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ ചർച്ചകളും അംബേദ്കർ ഹിന്ദുത്വത്തിനെതിരെ, ഹിന്ദു ജാതീയതയ്ക്കെതിരെ എടുത്ത നിലപാടുകളെ കുറിച്ച് മാത്രമായിരുന്നു. എന്നാൽ ബോധപൂർവം ദളിത് ചിന്തകർ അംബേദ്കറെ ഹിന്ദു വിരുദ്ധനാക്കി തളച്ചിട്ടിരിക്കുന്നു. അംബേദ്കർ ഹിന്ദു വിരുദ്ധൻ മാത്രമായിരുന്നില്ല, എല്ലാ മതങ്ങൾക്കും എതിരായിരുന്നു. കുറച്ചെങ്കിലും ഭേദമെന്ന് അംബേദ്കർ കണ്ടെത്തിയത് ബുദ്ധമതത്തെക്കുറിച്ച് മാത്രമായിരുന്നു എന്ന വെളിപ്പെടുത്തൽ, അതാണ് ഇപ്പോൾ ചർച്ചയാവുന്നത്. ഇതുവരെ ആരും ചർച്ച ചെയ്യാതിരുന്ന അംബേദ്കറുടെ ഇസ്ലാം വിരുദ്ധ പരാമർശങ്ങൾ, ഇസ്ലാമിനെതിരെ അംബേദ്കർ നടത്തിയ പരാമർശങ്ങൾ ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാവുന്നു. പലയിടങ്ങളിലും ചർച്ച കൊടുക്കുന്നു. സോഷ്യൽ മീഡിയയിലെ ബുദ്ധിജീവികൾക്കിടയിൽ, പ്രത്യേകിച്ച് ദളിത് പക്ഷ എഴുത്തുകാർക്കിടയിൽ വലിയ ഒരു വിപ്ലവ കൊടുങ്കാറ്റ് തന്നെയാണ് ശ്രീജിത്ത് പണിക്കർ അഴിച്ചുവിട്ടത്. പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ 1940 അംബേദ്കർ എഴുതിയ ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ശ്രീജിത്ത് പണിക്കർ തുടങ്ങിവെക്കുകയും ആ പുസ്തകം തപ്പിയെടുത്ത് അതിലെ വിഷയങ്ങൾ ചർച്ചയാക്കാൻ സോഷ്യൽ മീഡിയയിൽ പലരും ശ്രമിക്കുകയും ചെയ്യുന്നു. ഹിന്ദു മതത്തെയും ഹിന്ദു ആചാരങ്ങളെയും ആണ് അംബേദ്കർ ഏറ്റവും ശക്തമായി എതിർത്തിരുന്നതെങ്കിലും എല്ലാ മതങ്ങളെയും, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ നഖശിഖാന്തം അംബേദ്കർ എതിർത്തിരുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. പർദ്ദയ്ക്കുള്ളിൽ കഴിയുന്ന സ്ത്രീകൾ അവരാണ് ഏറ്റവും ഹതഭാഗ്യർ എന്ന് അംബേദ്കർ പറഞ്ഞിരിക്കുന്നു എന്ന് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞത് ശരിയാണെന്നുള്ള കാര്യം പുറത്തു വരുന്നു. പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ എന്ന പുസ്തകത്തിലെ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പലപ്പോഴും ചർച്ചയാവുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ആദ്യ ചർച്ച തുടങ്ങി വെച്ചത് അംബേദ്കറാണ് എന്ന കാര്യമാണ് ഇപ്പോൾ വെളിയിൽ വരുന്നത്. അംബേദ്കർ ഇസ്ലാം വിശ്വാസത്തോടോ ഇസ്ലാം മതത്തോടോ എതിരുള്ള ആളായിരുന്നില്ല. എന്നാൽ പൊളിറ്റിക്കൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മറവിൽ സിവിൽ സൊസൈറ്റി ഇല്ലാതാക്കാനുള്ള നീക്കത്തെ ശക്തമായി എതിർത്തിരുന്നു. ഖുറാനെ മാനവരാശിയുടെ ശത്രുവെന്നും ലോക സമാധാനത്തിന്റെ ഭീഷണിയെന്നും അംബേദ്കർ ഈ പുസ്തകത്തിൽ വിശേഷിപ്പിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഈ പുസ്തകം വായിച്ചവർ പറയുന്നത്. ഹിന്ദുക്കളാവട്ടെ തിരുത്താനും പരിഷ്കരിക്കാനും തയ്യാറാണ്. എന്നാൽ മുസ്ലിം വിശ്വാസികൾ അതിന് തയ്യാറല്ല. ഇന്ത്യ എന്ന രാജ്യത്തെ അംഗീകരിക്കാൻ ഇസ്ലാമിക വിശ്വാസികൾക്ക് കഴിയില്ല. അവർ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക ഭരണമാണ്. ഹിന്ദു സമുദായത്തിൽ ഭിന്നതയാണ്, പരസ്പര സാഹോദര്യമില്ല എന്ന് പറയുകയും ഇസ്ലാമിൽ സാഹോദര്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്ന വ്യാഖ്യാനം തെറ്റാണെന്നും, ഇസ്ലാമിലെ സാഹോദര്യം സ്വസമുദായത്തോട് മാത്രമാണെന്നും തൻ്റെ സമുദായത്തിൽപ്പെട്ടവർ മാത്രം സഹോദരരായിരിക്കുന്ന കാലമാണ് ഇസ്ലാം കണക്കാക്കുന്നതെന്നും അംബേദ്കർ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാവുന്നത്. ഈ ചർച്ച ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊടുക്കുന്നു. ഈ ചർച്ചയിൽ ഇടപെട്ട പലരും ഇടയ്ക്ക് സ്ഥലം കാലിയാക്കാറുണ്ട്. പ്രശാന്ത് ഗീത അപ്പൂൾ എന്ന് പറയുന്നയാൾ ഇങ്ങനെ എഴുതി: ഒരു ഭാഗത്തുള്ള 3 പേർ ആരൊക്കെയാണ്? സണ്ണി കബിക്കാട്, MA ഫിലോസഫി 1ാം റാങ്ക്, LIC ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ്, ജീവിതം കൊണ്ട് ദളിത് ആക്ടിവിസ്റ്റ്. ഡോക്ടർ മായ പ്രമോദ് ഡോക്ടറേറ്റ് കോളനിവൽക്കരണമാണ് വിഷയം, പ്രബന്ധം. ഡോക്ടർ ശ്യാം കുമാർ സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് ഉണ്ട്, ഗ്രന്ഥപഠനങ്ങളിൽ ജാതീയത ആണ് വിഷയം. ഇനി മറ്റേ വശത്തുള്ള ഒരാൾ ആരാണ്? ശ്രീജിത്ത് പണിക്കർ. എന്താണ് വിദ്യാഭ്യാസ യോഗ്യത? എന്തിനാണ് വൈദഗ്ധ്യം? ചാനൽ നിരീക്ഷണമല്ലാതെ എന്താണ് അംബേദ്കർ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനുള്ള അക്കാദമിക യോഗ്യത? അറിയാവുന്നവർ കമൻ്റ് ഇടുക. ഇതിൽ ആർക്കാണ് അംബേദ്കറെ കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യത? തീർച്ചയായും പണിക്കർക്കല്ല. എന്ന് വെച്ചാൽ ഈ 4 പേരിൽ പണിക്കർ എന്ന ആനുകൂല്യത്തിൽ അവിടെ കയറിയിരിക്കുന്ന ഒരേ ഒരാൾ ശ്രീജിത്താണ്. അയാളാണ് സവർണാനുകൂല്യം പറ്റി അവിടെ നുഴഞ്ഞു കയറിയിരിക്കുന്നത്. ഈ ആരോപണം ഒരു പരിധി കൂടി കടന്ന് ഇങ്ങനെ ഒരാൾ എഴുതുന്നു: ഈ രാജ്യത്തെ അടിസ്ഥാന വർഗമായി ദളിതനെ കസേരയിൽ ഇരുത്തണം, പണിക്കനെ പോലുള്ള വരുത്തരെ നിലത്താണ് ഇരുത്തേണ്ടത്. ഇത്തരത്തിൽ ദളിത് വിമർശനം ശക്തിപ്പെട്ടു പോകുമ്പോൾ മറുഭാഗത്ത് അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം കാപട്യമാണ്, ഇസ്ലാമിക വിമർശനത്തോടുള്ള ഭയമാണ് ഇവരെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്. അത് ശ്രീജിത്ത് പണിക്കർ പൊളിച്ചടുക്കി എന്ന് പറയുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ബിജു അയ്യപ്പനെങ്കിൽ ദളിത് വാദം തന്നെ ഉഡായിപ്പാണ്, മതം മാറിപ്പോയവർക്ക് മാറാതെ നിൽക്കുന്നവരുടെ തലയിൽ കയറി ഭരിക്കാനുള്ള ഒരു തന്ത്രം. പണ്ട് സോഷ്യൽ മീഡിയയിൽ ഈ ടീമുകളൊക്കെ ഉത്തരം പറയാതെ തെറി വിളിച്ച് ഒഴിഞ്ഞു മാറിയതാണ്. ഞാനും പട്ടികജാതിയാണ്, പുലയനാണ്, എൻ്റെ അച്ഛൻ 55-60 കൊല്ലം ഈ വിഭാഗത്തിനിടയിൽ പ്രവർത്തിച്ച ആളാണ്. ഉദാഹരണ സഹിതം ദളിത് ഉഡായിപ്പുകളെ തട്ടിപ്പ് പൊളിച്ചു കൊടുക്കാൻ
നൂറുകണക്കിന് അനുഭവങ്ങൾ മുന്നിലുണ്ട്. കുറേ നാളായി ഉഡായിപ്പ് ടീമിനോട് തർക്കിക്കാൻ നിൽക്കാറില്ല. ഉത്തരം മുട്ടുമ്പോൾ തെറിവിളി തുടങ്ങും. ഈ കമന്റ് പോലും ഇടണമെന്ന് താല്പര്യപ്പെട്ടതല്ല, പക്ഷേ താങ്കളുടെ ആവേശം കണ്ടപ്പോൾ ഏതായാലും ഒന്നിട്ടേക്കാമെന്ന് കരുതി. ഇത്തരത്തിൽ ദളിത് സമൂഹത്തിലുള്ളവർ പോലും ഈ പൊളിഞ്ഞുപോയ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ എതിരാളികൾക്ക് ഇടം കൊടുക്കാത്ത രീതിശാസ്ത്രങ്ങളാണ് ശ്രീജിത്ത് പണിക്കർ തനിക്ക് കിട്ടിയ കുറച്ച് സമയം കൊണ്ട് പൊളിച്ചടുക്കിയത്. എന്തായാലും അംബേദ്കർ ഹിന്ദു മതത്തെ മാത്രമല്ല ഇസ്ലാം മതത്തെയും അതിശക്തമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്ന സത്യം അങ്ങനെ ഒടുവിൽ പലരും മൂടിവെക്കാൻ ശ്രമിച്ചിട്ടും ഇപ്പോൾ ചർച്ചയാവുന്നു. അംബേദ്കറുടെ ഹിന്ദു വിമർശനം മാത്രം വിഷയമാക്കുന്നവർ എന്തുകൊണ്ടാണ് അംബേദ്കറുടെ മുസ്ലിം വിമർശനത്തെക്കുറിച്ച് വാതുറക്കാത്തത് എന്ന ചോദ്യത്തിന് ദളിത് ആക്ടിവിസ്റ്റുകൾ ഇനിയെങ്കിലും മറുപടി നൽകണം.